പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം നൽകാമെന്ന് പറഞ്ഞ് സംസ്ഥാനത്തുടനീളം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും. കഴിഞ്ഞ വെള്ളിയാഴ്ച മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്ത മുഖ്യ സൂത്രധാരൻ തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണനെ ചോദ്യം ചെയ്തതോടെയാണ് തട്ടിപ്പിന്റെ ആഴം പുറത്താകുന്നത്. സംഭവത്തിൽ നാട്ടുകാരെ ക്യാൻവാസ് ചെയ്ത് തട്ടിപ്പിൽപ്പെടുത്തിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കും. നിശ്ചിത തുകയിൽ കൂടുതൽ വരുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്നതിനാലാണ് കേസ് കൈമാറുന്നത്. മൂവാറ്റുപുഴ പോലീസ് ജില്ലാ പോലീസ് മേധാവി മുഖേന DGPക്ക് ഇത് സംബന്ധിച്ച ശുപാർശ നൽകിയിട്ടുണ്ട്. മറ്റ് ജില്ലകളിലും സമാനമായ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ എല്ലാ കേസുകളും ഒരുമിച്ചായിരിക്കും അന്വേഷിക്കുക. സൂത്രധാരൻ പിടിയിലായതോടെ സംസ്ഥാനത്തൊട്ടാകെ നിരവധി പരാതികളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്നത്. ഇതുവരെ 2000-ലധികം പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. നാട്ടുകാരെ ക്യാൻവാസ് ചെയ്ത് കെണിയിൽ അകപ്പെടുത്തിയവരെ കുറിച്ചും അന്വേഷണം നടക്കും. ക്യാൻവാസ് ചെയ്ത ആളുകൾ മുൻകൂറായി അടച്ച പണം അനന്തു കൃഷ്ണന്റെ പേരിലുള്ള സ്വകാര്യ കമ്പനി അക്കൗണ്ടുകളിലേക്കാണ് പോയിരിക്കുന്നത്. ഇതിൽ 2 കമ്പനി അക്കൗണ്ടുകളിലായി 3 കോടി രൂപ മൂവാറ്റുപുഴ പോലീസ് മരവിപ്പിച്ചതൊഴിച്ചാൽ മറ്റു പണമൊന്നും പോലീസിന് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. പണമടച്ചവരിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് വാഹനം ലഭിച്ചത്. അക്കൗണ്ടുകളിലൂടെ കോടിക്കണക്കിന് രൂപ കടന്നുപോയിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. 450 കോടിയോളം രൂപയുടെ ഇടപാട് പോലീസ് ഇതിനോടകം പരിശോധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.